എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ തുലാം മാസം മുതലുള്ള ജ്യോതിഷ ഫലങ്ങൾ പറയാനുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. 2025 നവംബർ മാസം 15 വരെ ഏകദേശം വൃശ്ചിക മാസം 1-ാം തീയതി വരെയുള്ള ജ്യോതിഷ ഫലമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് ഈ മാസങ്ങളിൽ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റേതായ ചില തിരക്കുകളുണ്ട്. കൂടാതെ ഇവിടെ ക്യാമറ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന 2025 തുലാം മാസം മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. പ്രധാനമായിട്ടൊരു രാശിമാറ്റം ഉണ്ടായിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ മാസം 18-ാം തീയതി ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2025 തുലാം വൃശ്ചിക മാസം വരെയുള്ള ജ്യോതിഷ ഫലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു ഫലങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് 2-3 കൂട്ടം കാര്യങ്ങൾ. വ്യാഴം ഉച്ചരാശിയിൽ പ്രവേശിച്ചു നിൽക്കുന്നു, ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, രാഹു കുംഭത്തിലും കേതു വന്നിട്ട് ചിങ്ങൻ രാശിയിലും, ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു, സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. ചൊവ്വയും ബുധനും കൂടി ഈ മാസം 27-ാം തീയതി ചൊവ്വ, 24-ാം തീയതി ബുധൻ വൃശ്ചികൻ രാശിയിൽ കടക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നമ്മൾ കൂറ് ഫലമാണെന്ന് പറയും. കൂറ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ജ്യോതിഷം പറയുന്നത്. അപ്പം അശ്വതി ഭരണി കാർത്തിക കാല് വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും എന്ന് നിങ്ങളുടെ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള ഹോറോസ്കോപ്പ്, ജാതകം അല്ലെങ്കിൽ ഗ്രഹനില എന്ന് പറയുന്നതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ 2 ക്യാമറ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കുന്നത്. അപ്പം ചന്ദ്രൻ ഇവിടെ വരുന്നവർ അശ്വതി ഭരണി കാർത്തിക കാലിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിൻ്റെ അര വരുന്നവർ ഇടവക്കൂറുകാരാണ്. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നോട്ട് ചെയ്തിരിക്കുന്നത്. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിൻ്റെ അര. മകേരത്തിരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പുണർദത്തിൽ കാല് പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഗ്രഹനിലയിൽ. അതുപോലെ തന്നെ മകം പൂരം ഉത്രത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഉത്രട്ടാതിയിൽ വരുന്ന ആളാണെങ്കിലോ രേവതിയിൽ വരുന്ന ആളാണെങ്കിലോ ഒന്നും നോക്കണ്ട, മീനക്കൂറുകാരനാണ്. നിങ്ങൾ പൂരുരുട്ടാതിയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണ് വരുന്നത്. കാർത്തിക വരുന്നവരും നോക്കണം, അങ്ങനെ നോക്കണം. മകേരം വരുന്നവരും നോക്കണം, എൻ്റെ ചന്ദ്രൻ ഇവിടെയാണോ നോക്കണം. അതുപോലെ തന്നെ പുണർദ നക്ഷത്രക്കാർ വരുന്നവരും നോക്കണം, ഉത്തര നക്ഷത്രക്കാർ വരും നോക്കണം, ചിത്തിര നോക്കണം, വിശാഖം നോക്കണം, അത് ഉത്രാടം നോക്കണം, ഔട്ടം നോക്കണം. ഇത്രയും പേര് നിങ്ങളുടെ ചന്ദ്രനെ അടയാളപ്പെടുത്തണം. ബാക്കിയുള്ളവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ജ്യോതിഷം പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഒരു മാറ്റം, ഒരു ജ്യോതിഷപരമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗുണവും ദോഷവും സമ്മിശ്രമായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃശ്ചികമാസം തുടങ്ങുന്നത് വരെ നമുക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. കാരണം സൂര്യൻ നീചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം, ചന്ദ്രൻ ഇപ്പോൾ ഇന്ന് കർത്തവാവാണ്, ഇന്നിവിടെ നിൽക്കുകയാണ്, അത് വിഷയമല്ല. 365 ചന്ദ്ര ദിവസവും 365 സൂര്യൻ്റെ ദിവസവും 324 ചന്ദ്രൻ്റെ ദിവസവും കൂടി ചേരുന്നതാണ് ഒരു വർഷം എന്ന് നമ്മൾ പറയാറുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ചന്ദ്രന് 324 ദിവസങ്ങളും വരും, സൂര്യന് 365 ദിവസവും വരും. ഇതിനെ നമ്മൾ കുറയ്ക്കുന്നതാണ് 41 എന്ന് പറയുന്ന മണ്ഡലകാലം എന്ന് പറയുന്ന ദിവസം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 324 ചന്ദ്ര ദിവസങ്ങളും 365 സൂര്യ ദിവസങ്ങളും വരും ഒരു വർഷത്തിൽ. അതിനെ മണ്ഡലകാലം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് എത്ര പേർക്ക് അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 41 ദിവസമാണ് മണ്ഡലകാലം. അതിനാണ് നമ്മൾ ഈ മണ്ഡലകാലം വ്രതമെടുക്കുന്നത്. ഒരു 41 ദിവസം നമ്മൾ ഈ മണ്ഡലകാലം മത്സ്യം, മാംസം, മദ്യം, മറ്റ് എന്തെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നമ്മളെ ഒരു റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ വരുന്ന വൃശ്ചിക മാസം. അതുവരെയുള്ള ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ശുക്രൻ, ധനാചാര്യനായിട്ടുള്ള ശുക്രൻ നീചഭാവത്തിൽ നിൽക്കുകയാണ്. സർവ്വ ഊർജത്തിൻ്റെയും ദായകനായിട്ടുള്ള സൂര്യനും ഇവിടെ വന്നിട്ട് നീചനായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഈ നീചഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് നീചഭാവവും ഉച്ചഭാവമുണ്ട്. സൂര്യൻ്റെ ഉച്ചരാശി ഇതാണ്, ശുക്രൻ്റെ ഉച്ചരാശി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. തുലാക്കൂറിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാലുകാർ എഴുതി വെക്കണം. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ലഗ്നത്തിൽ സൂര്യൻ നീചത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനാണ് ആര്? സൂര്യൻ. അപ്പം ബിസിനസ് ചെയ്യുന്നവർ, ധനപുരോഗതി ആഗ്രഹിക്കുന്നവർ, ലാഭവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ലാഭം കിട്ടിക്കൊണ്ട് മാത്രം എന്ത് കാര്യങ്ങൾക്കും ചെയ്യുന്ന ആളുകൾ, അതുകൂടാതെ ഈ വരുന്ന നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, ഊഹക്കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാലുകാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപൻ നീചത്തിൽ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ഇച്ചിരി ദോഷമായ സമയമാണ് ആ ഒരു വിഷയം കൊണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. എപ്പോഴും നമ്മൾ ജ്യോതിഷത്തിൽ സ്പീഡിൽ പറയുന്നുണ്ടെങ്കിലും അറിയാൻ വയ്യാത്തവർക്കൂടെ മനസ്സിലാകാനും അറിയാവുന്നവർക്ക് മനസ്സിലാകാനും കൂടെ ചേർന്നാണ് ഈ വീഡിയോ പറയുന്നത്. തുലാക്കൂറുകാർ എപ്പോഴും എഴുതി വെക്കണം. തുലാക്കൂറുകാരൊക്കെയാ? ചിത്തിരാര, ചോതി, വിശാഖത്തിൽ മുക്കാലുകാർ. ഇവിടെ ചന്ദ്രൻ വരുന്നവർ അതിനകത്ത് ഇത് ചിത്തിര അരയും വരും, വിശാഖത്തിൻ്റെ മുക്കാലും വരും. അപ്പം വിശാഖത്തിൽ വരുന്നവർ ഇവിടെയും വരാം, ഇവിടെയും വരാം. ഇവിടെയും വരാം വിശാഖം, ഇവിടെയും വരാം. ചിത്തിര ഇവിടെയും വരാം, ഇവിടെയും വരാം. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. ഒരിക്കലും ഈ ശുക്രനെ മാറ്റാൻ പറ്റത്തില്ല. ശുക്രനാണ് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ. ഇത് വന്നിട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? 12 നീചത്തിൽ, നഷ്ടസ്ഥാനം, നാശസ്ഥാനത്ത് നിൽക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എൻ്റെ അവസ്ഥ ഇതാണ്. ധനസ്ഥാനത്ത് ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ധനസ്ഥാനത്ത് 12ാം ഭാവാധിപനായ ബുധനും അതുപോലെ ചൊവ്വ കുഴപ്പമില്ല, ചൊവ്വ ബലവാനാണ്. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ചൊവ്വ വരുന്നത് എപ്പോഴും നല്ലതാണ്. രണ്ടാമതൊരു കാര്യം, കർമ്മസ്ഥാനത്ത് ആര് നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നു. ലാഭസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിൽക്കുകയാണ്. ശനി 6-ൽ, അതുപോലെ തന്നെ രാഹു മനസ്ഥാനത്ത്, സന്താനസ്ഥാനത്ത്. ഈ ഒരൊറ്റ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് ചെറിയ മനപ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനും ചെലവുകൾ കൂടാനും നമുക്ക് ഇച്ചിരി ദേഷ്യ സ്വഭാവങ്ങൾ, ഭയം ഒക്കെ വരാനും ബിസിനസ്സിൽ കുറച്ച് വിഷമതകൾ വരാനും ഒക്കെ ഉള്ളൊരു സാധ്യത നിൽക്കുന്നുണ്ട്. ഇത് ദോഷം. ഇനി അനുകൂല സ്ഥിതി എന്താണ്? കർമ്മം രാശിയിൽ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു, ബലവാനായിട്ട് നിൽക്കുന്നു. ഏത് വിധത്തിലുള്ള കാര്യങ്ങളെയും നേരിടാനുള്ളൊരു ധൈര്യം നമുക്ക് വരുന്ന ഒരു സമയമായിട്ടും കൂടി പറയണം. അതുകൂടാതെ ശത്രുക്കളും രോഗങ്ങളും ഒഴിഞ്ഞു നിൽക്കുക. 6ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ശത്രുക്കളും രോഗങ്ങളും ഒക്കെ ഇച്ചിരി ശമനം വരും. അപ്പം രോഗങ്ങൾ നേരത്തെ ഒന്നോ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില അസ്വസ്ഥതകളെക്കുറിച്ചാണ് രോഗങ്ങളെന്ന് ജ്യോതിഷത്തിൽ പറയുന്നത്. അത് നമുക്ക് ഇച്ചിരി കുറഞ്ഞു നിൽക്കും. പക്ഷേ 2-3 കൂട്ടം കാര്യങ്ങളെ കൊണ്ട് പൊതുവിൽ ഇച്ചിരി മന്ദത, മ്ലാനത, കുറച്ച് പ്രശ്നങ്ങൾ ഈ വരുന്ന തുലാം മാസം കഴിയുന്നത് വരെ, വൃശ്ചിക മാസം വരെ ഉണ്ട്. അത് സത്യമാണ്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കണം. നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ഇപ്പോഴത്തെ ദോഷങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക. നല്ലതുപോലെ സൂര്യഗായത്രി മന്ത്രം അറിയാമെങ്കിൽ അത് ജയിപ്പിക്കുക. അല്ലെന്ന് വരിൽ ജപാകുസുമ സങ്കാശം കാശുവേയം മഹാതുതിം തമോരിം സർവപാപഗ്നം പ്രണതോസ്മിൻ ദിവാകരം എന്ന് പറയുന്ന മന്ത്രവും ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമഗുരും സർവശാസ്ത്ര പ്രവർത്താരം ഭാർഗവം പ്രണവം മിഹം. ഈ രണ്ടാമത് പറഞ്ഞ മന്ത്രം നിങ്ങൾക്ക് സ്ഥിരമായി ജപിക്കേണ്ട ഒരു മന്ത്രം കൂടി തന്നെയാണ്. ഹിമകുന്ദ മൃണാളാഭം എന്ന് പറയുന്ന മന്ത്രം ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. ഈ 2 കാര്യം ചെയ്യുക. ശിവഭഗവാന് കൂളത്തിൻ്റെ മാല ചാർത്തുക. 1 മാസത്തോളം ചെയ്യുക. ജലധാര ചെയ്യുക, അർച്ചന ചെയ്യുക, പുഷ്പാഞ്ജലി ചെയ്യുക, ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ആൾ നമ്മുടെ കർമ്മരാശിയിൽ ഉച്ചരാശിയിൽ നിൽപ്പുണ്ട്. സന്താനങ്ങളുടെ കുട്ടികളുടെ പേരിൽ നിങ്ങൾ നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യണം. നാഗദൈവങ്ങളുള്ള വിഗ്രഹങ്ങളുള്ള അമ്പലത്തിൽ പോയിട്ട് മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പാൽപ്പായസം അങ്ങനെയുള്ള വഴിപാടുകൾ എന്താണോ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു നാണയമെങ്കിലും ഇട്ടിട്ട് തൊഴുത് ദീപമെങ്കിലും കത്തിച്ച് വരാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചിത്തിരാരയും ചോതി, വിശാഖത്തിൽ മുക്കാല്, തുലാക്കൂറുകാർക്ക് പൊതുവിൽ നമുക്ക് ഇച്ചിരി രോഗഭീതി, ഭയം, വിഷമതകൾ, ധനനഷ്ടം, ബിസിനസ്സിൽ കുറച്ച് ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണ്. ലാഭങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് എന്നൊക്കെയാണ് പൊതുവിൽ കാണിക്കുന്നത്. അപ്പോൾ ഗുണവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ദോഷവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം അവിട്ടത്തര വരുന്ന ഇവിടെ ചന്ദ്രൻ വരുന്ന ആളുകൾക്കാണ് ഇവരുടെ ഫലമാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ 7ാം ഭാവമായിട്ടുള്ള ഭാര്യ ഐശ്വര്യ സ്ഥാനത്ത് വ്യാഴം നിലനിൽക്കുകയാണ്. അപ്പം മംഗല്യ പുരോഗതി, ധനപുരോഗതി, ഭാഗ്യം, ഐശ്വര്യം, അതുപോലെ തന്നെ സർവ്വ ഉദ്ദിഷ്ട കാര്യശുദ്ധി, അതുപോലെ തന്നെ മനഃശാന്തി, ഇതൊക്കെ ഉണ്ടാകുന്നതിനും മംഗല്യം തരപ്പെടാത്തവർക്ക് മംഗല്യം തരപ്പെടുന്നതിനും ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവർക്ക് അതെല്ലാം ഒരു മോചനമാകുന്ന ഒരു സമയമായിട്ടാണ് ഈ മകരക്കൂറുകാരുടെ ഒരു ഫലസിദ്ധി പറയുന്നത്.
രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് രാഹു, നിങ്ങളുടെ കുടുംബസ്ഥാനത്ത് ശനി, 7ാം ഭാവം ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിൽ കേതു, ഭാഗ്യസ്ഥാനത്ത് നീചനായിട്ടുള്ള ചൊവ്വ, കർമ്മസ്ഥാനത്ത് നീചനായിട്ടുള്ള സൂര്യൻ, ബുധൻ, ചൊവ്വ ലാഭസ്ഥാനത്ത്. ഭാഗ്യം കർമ്മം രണ്ടും പിഴച്ചു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ചില നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സുകളാണ് മുന്നിൽ വരുന്നത്. എങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം വ്യാഴം നിൽപ്പുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞോ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരാൾ മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഈ ചാർട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് കണ്ട സൂര്യൻ എവിടെ നിൽക്കുന്നു, 7ൽ നിൽക്കുന്നു, വ്യാഴം 4ാം ഭാവത്തിൽ നിൽക്കുന്നു, മനസ്സിൻ്റെ സ്ഥാനത്ത് കേതു നിൽക്കുന്നു. നിങ്ങൾ ഇനി ഇടവക്കൂറുകാരെടുത്താൽ ആരൊക്കെ വരും? കാർത്തിക മുക്കാല് രോഹിണി മകേര തരക്കാർക്ക് നിങ്ങൾക്ക് വ്യാഴം 3ൽ. ഈ 3ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബസ്ഥാനം. 4ാം ഭാവം ഇത് കഴിഞ്ഞ വീഡിയോകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം ഔട്ടത്തരക്കാർക്ക് ധനസ്ഥാനത്ത് രാഹു, 3ാം ഭാവത്തിൽ ശനി, 7 ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് വ്യാഴം, അഷ്ടമം ആയുഷിൻ്റെ സ്ഥാനം കേതു, ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നീചം, കർമ്മസ്ഥാനത്ത് സൂര്യൻ നീചം, ലാഭസ്ഥാനത്ത് ചൊവ്വയും ബുധനും. ഇത്രയും ഫലസിദ്ധികളാണ്. ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വരുന്ന ഫലസിദ്ധി എന്ന് പറഞ്ഞു തരാം. അതുപോലെ 10ാം ഭാവത്തിൽ നമുക്ക് സൂര്യൻ നമുക്ക് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണെങ്കിൽ പോലും നീചഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്ഥാനലബ്ധിക്കുള്ള തടസ്സങ്ങൾ, കർമ്മ പുരോഗതിക്കുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാനുള്ള ഒരു സമയമായിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കവിടെ കാണിക്കുന്ന ഒരു ഭാവം. കർമ്മത്തിൻ്റെ അധിപനും നിങ്ങളുടെ ചന്ദ്രലഗ്നപ്രകാരം കർമ്മത്തിൻ്റെ അധിപനായ ശുക്രനും നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൈസ കിട്ടാനൊക്കെയുള്ള താമസങ്ങൾ വരിക, ആരെങ്കിലുമൊക്കെ പൈസ തരാനുള്ളെങ്കിൽ അതിന് കാലതാമസം ഉണ്ടാവുക, വാക്കുകൾ മാറ്റി പറയേണ്ട അവസ്ഥകൾ ഉണ്ടാവുക. അങ്ങനെ പൊതുവിലൊരു ചെറിയ ദുരിതം ഇപ്പം നടക്കുകയാണ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ അര വരുന്ന മകരക്കൂറുകാർക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഗുണസ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ലാഭത്തിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ചൊവ്വയും നിങ്ങൾക്ക് ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബലവാനായിട്ടുള്ള ഗ്രഹങ്ങളെ നിങ്ങൾ പ്രീതിപ്പെടുത്തുകയും ഈ ദോഷത്തിൽ നിൽക്കുന്നവരെ കുറച്ച് കാര്യമായിട്ട് പരിഹരിക്കുകയും വേണം. അപ്പം നിങ്ങൾക്കും പ്രധാനമായിട്ട് സൂര്യനെയും ശുക്രനെയാണ് മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വെള്ളി കൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ ആഭരണങ്ങൾ, പൊട്ടൊക്കെ വലിയ വിലയെന്നുള്ളതല്ലല്ലോ, അത് ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ശിവഭഗവാന് രുദ്രാഭിഷേകം ചെയ്യുക, നെയ്വിളക്ക് കത്തിക്കുക, ജലധാര ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ കാര്യങ്ങൾക്കുള്ള ദോഷങ്ങൾ മാറ്റുക. ആയുസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറാൻ ഗണപതി ഭജനം ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക. വ്യാഴം നല്ല ബലത്തിൽ നിൽക്കുക. ആശാൻ ഒരു കുഴപ്പവുമില്ല. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടി വ്യാഴം നിൽപ്പുണ്ട്. അപ്പം മഹാവിഷ്ണുവിനെ പൂജിക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷങ്ങൾ, ധനസ്ഥാനത്ത് ദോഷങ്ങളുണ്ടെങ്കിൽ നാഗദൈവ പ്രീതി വരുത്തുക. കുടുംബത്തിന് എന്തെങ്കിലും കലഹങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പേരുടെ ഗുണങ്ങളും പറഞ്ഞു, ദോഷങ്ങളും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ മേടക്കൂറിലേക്ക് പോവുകയാണ്. മേടത്തിൽ ആരൊക്കെയാണ് വരുന്നത്? അശ്വതി ഭരണി കാർത്തിക കാലുകാരാണ് മേടത്തിൽ വരുന്നത്. അപ്പോൾ ഈ മേടത്തിൽ വരുന്ന ഇത്രയും ആളുകൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം, എൻ്റെ 4ാം ഭാവം ഗൃഹസ്ഥാനം വാസസ്ഥാനം എന്ന് പറയുന്ന സ്ഥാനത്ത് ആര് നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നു. വ്യാഴം 4ാം ഭാവത്തിൽ വരുന്നത് നമുക്ക് വളരെയധികം പുഷ്ടിയാണ്. ഗൃഹസ്ഥാനത്ത് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഗൃഹം, വീട്ടിൽ ദൈവം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രീതി വന്നിരിക്കുന്നു. അപ്പം ഗൃഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ, ഗൃഹത്തിൽ വീട് വെക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ, വീട് മേടിച്ചതുമായിട്ടോ വീട് വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, കേസ് വഴക്കുകൾ, ഭൂമിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുക. വ്യാഴത്തിൻ്റെ ആനുകൂല്യം കാരണം നമുക്ക് വാഹനങ്ങളൊക്കെ എടുക്കാനും, വാഹനങ്ങൾ മാറിയെടുക്കാനും, വാഹനങ്ങൾ വിൽക്കാനും, ഭൂമി വിൽക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത. വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കർമ്മസ്ഥാനത്തേക്കൂടെ നോക്കുന്നും കൂടെ ഉണ്ട്. ആര്? വ്യാഴത്തിൻ്റെ നോട്ടം. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും അത് എടുത്ത് ആവർത്തിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത മുമ്പുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് പറയുന്നില്ല. അപ്പം വ്യാഴം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് കർമ്മസ്ഥാനത്തേക്കും ഗൃഹസ്ഥാനത്തേക്കും എല്ലാം നിൽക്കുന്ന സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ്. ദോഷമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേതുവിൻ്റെ സ്ഥിതി ഇപ്പോൾ മാറിയിട്ടില്ല. നിങ്ങൾക്ക് 1.5 വർഷത്തേക്ക് അശ്വതി ഭരണി കാർത്തികകാരി. ഇനി അടുത്ത വീഡിയോയിൽ എനിക്ക് അത് പറയേണ്ട കാര്യം വരാരുത്. നിങ്ങൾക്ക് ഇപ്പോൾ രോഗസ്ഥാനത്ത്, മനസ്ഥാനത്ത്, മനസ്സ് സന്താന സ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. മനഃശാന്തി കുറവ്, സന്താനങ്ങൾക്ക് ദുരിതമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അശ്വതി ഭരണി കാർത്തിക അനുകൂലത്തിൽ നിൽക്കുന്ന ആളെ വ്യാഴത്തെ പറഞ്ഞു. അതുപോലെ തന്നെ 7.5 കണ്ടകാല ശനി.
ലാഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി 12-ൽ നിൽക്കുന്ന സമയമാണ്. 7.5 കണ്ടകാല ശനി നടക്കുകയാണ് നിങ്ങൾക്ക്. ആർക്ക്? അശ്വതിയും ഭരണി കാർത്തികകാലുകാർക്ക്. ധനനഷ്ടം, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, അലച്ചിൽ, പാഴ്ചെലവുകൾ എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. ആരെക്കൊണ്ട്? ശനിയെക്കൊണ്ട്. ലാഭത്തിൻ്റെ അധിപൻ 12-ൽ നിൽക്കുന്നു. പക്ഷേ വ്യാഴത്തെ കൊണ്ട് എന്ത് പറയുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഒരേപോലെ പോകുന്നില്ല. അനുകൂലവും പ്രതികൂലവുമായ ഗ്രഹങ്ങൾ എല്ലാവർക്കും വരും, മാറി മാറി വരും. അനുകൂലത്തെ കാരണം പ്രതികൂലത്തെ നമ്മൾ തള്ളിക്കളയുകയും പ്രതികൂലത്തിനുള്ള ആളിന് ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഒരു നീരാഞ്ജനം വിളക്കൊക്കെ കത്തിച്ച് വിട്ടേക്കണം. മാസത്തിലൊരിക്കലോ ശനിയാഴ്ച ഒരിക്കലോ ഒരു നീരാഞ്ജനം വിളക്ക് കത്തിച്ച് ഈ ആശാനെ നൃത്തിപ്പെടുത്തുക. ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്ഥാനത്ത് കേതു നിൽക്കുന്നത് സന്താനങ്ങൾക്ക് പുരോഗതി ഇല്ലായ്മ ഉണ്ടാകുന്നതിനും മനസ്സിന് ശാന്തിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനും കാരണമായി മാറും. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുക, ഭാര്യയുമായിട്ട് തെറ്റിപ്പിരിയുക, ദുരിതങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് വരുന്ന വിഷയങ്ങളാണ്. ധനനഷ്ടം, കയ്യിലിരിക്കുന്ന കാശും വെറുതെ പോകുന്ന അവസ്ഥ. ഈ 2 അവസ്ഥ ദോഷങ്ങളായിട്ട് നിൽപ്പുണ്ട്. പിന്നെന്താ? 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽപ്പുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ധനത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ധനാധിപൻ ശുക്രൻ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം ഊഹക്കച്ചവടം ചെയ്യുക എന്ന് പറയും. അപ്പോൾ നമ്മളൊരു പശുവിനെ മേടിക്കുന്നതിലെ ആളുകൾ ഇത് ഇത്ര ലിറ്റർ പാല് കിട്ടാം, ചുമ്മാ പറയുക, അതിന് ഇത്ര രൂപ വില വെക്കുക, ഊഹക്കച്ചവടം എന്ന് പറയും. നിങ്ങൾക്ക് നഷ്ടമായി. ഒരു മരം എടുക്കുക, ആ മരത്തിൻ്റെ നഷ്ടം ഉണ്ടാവുക. ഒരു വലിയ കോറി നിങ്ങൾ പിടിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലേലം വിളിക്കുക, ഷാപ്പോ അതുപോലുള്ള ലേലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഊഹം വെച്ച് എടുക്കുക. ഇപ്പം ശബരിമല തന്നെ ആയാലോ, അതുപോലെ നമുക്കറിയാം നാളികേരം ഉടയ്ക്കുന്നതിന് ഒരു കുത്തക ലേലമൊക്കെ പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പേരിൽ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. കാരണം ശുക്രനും നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനാണ്. ശുക്രൻ നിങ്ങൾക്ക് എപ്പോഴും ധനത്തിൻ്റെ അധിപൻ ആരാണ്? ശുക്രനാണ്. ഈ ശുക്രൻ വന്നിട്ട് നീചത്തിൽ നിൽക്കുക. ഇതിപ്പോൾ മാറാൻ പോവുകയാണ്. പിന്നെ മാറുന്നവരെ ഇപ്പം നിങ്ങൾക്ക് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പോകരുത്. രണ്ടാമത് 5-ാം ഭാവാധിപനും ഇപ്പം നീചത്തിൽ നിൽക്കുകയാണ്. ഇവിടെ 7-ാം ഭാവത്തിൽ വന്നിട്ട് ഭാര്യാസ്ഥാനത്തും ഐശ്വര്യസ്ഥാനത്തും നീചത്തിൽ നിൽക്കുക. ഭാര്യയുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാനും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് കാണുന്നത്. അഷ്ടമത്തിൽ ചൊവ്വയും ബുധനും നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് എപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. കാരണം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപതി ചൊവ്വയാണ്. ചൊവ്വ ഏത് രാശിയിൽ വന്നാലും നമുക്ക് നല്ലതാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് അശ്വതി ഭരണി കാർത്തികകാലുകാരുടെ ഒറ്റയടിക്കുള്ള ഒരു ഫലസിദ്ധി നമുക്ക് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് രോഗാരിഷ്ടതകളും മനക്ലേശങ്ങളും നേരത്തെ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളൊക്കെ വരാനുള്ള യോഗം കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രീതിപ്പെടുത്തേണ്ടത് ശനിയെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ കേതു സന്താനങ്ങളുടെ പേരിൽ, മക്കളുടെ പേരിലാണ് ഇത് നടത്തേണ്ടത്. മക്കളില്ലാത്തവരാണെന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ നടത്താം. മക്കളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ ഗണപതി ഹോമം ചെയ്ത് നാളികേരം ഉടച്ച് ഒരു ഗണപതി ഹോമമൊക്കെ ചെയ്ത് ഇച്ചിരി പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിലൊരു പൂജാരിയൊക്കെ വിളിച്ചിട്ട് നല്ലൊരു ഗണപതി ഹോമം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ ധനാധിപതിയായിട്ടുള്ള ശുക്രൻ നീചത്തിൽ നിൽക്കുന്നെന്നും സൂര്യൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങളെ ആ രീതിയിൽ മാറ്റിക്കൊണ്ട് ശിവഭഗവാനെയും അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ദേവിക്കുള്ള വഴിപാട് ചെയ്ത് പ്രാർത്ഥന ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നീരാഞ്ജനം കത്തിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ ഇത്രയും രാശിക്കാരുടെ കാര്യം പറഞ്ഞു. 1, 2, 3 രാശിക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. കർക്കിടക കൂറുകാരുടെ ഇപ്പോൾ ടിക്കിട്ടേക്കാം, നമുക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട്. അപ്പം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സൂര്യനെ ആസ്പദമാക്കിയ ഞാൻ ഇങ്ങനെ പറഞ്ഞു. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 4 ഈ 4 കണ്ടോ, ഈ രാശികൾ കണ്ടോ, ഈ റൗണ്ട് വരയ്ക്കുന്ന രാശി നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും. വെറുതെ ഇങ്ങനെ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ജ്യോതിഷം ആവത്തില്ല. ആദ്യം സൂര്യനെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കണം, അല്ലെ വ്യാഴത്തെ പ്രധാനം എടുക്കണം, അല്ലെ ശനിയെ പ്രധാനമാക്കണം. ഇതാണ് ജ്യോതിഷത്തിലെ ആദ്യത്തെ മനപ്പാഠം ഗുണപാഠം എന്ന് പറയുന്നത്. അല്ലാതെ പറയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫലസിദ്ധി ഇല്ലാതെ പോകും. ഇതെല്ലാവരുടെയും കാര്യം ഇതിനകത്ത് മിക്സായി വരും. അല്ലെങ്കിൽ അശ്വതിക്കാരൻ രേവതിയുടെ കേൾക്കണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ പോകേണ്ടി വരും. ഇപ്പം തൊട്ടടുത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മീനക്കൂറുകാരുടെ ആയിരിക്കും. ഇപ്പം ഈ കൂറുകാരുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ആര് വരുന്നു? പുണർത്തത്തിൽ കാല്, പൂയം, ആയില്യം. ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമായിട്ടുള്ള പുണർത്തത്തിൽ കാല്, സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രമായിട്ടുള്ള പൂയം, നാഗങ്ങളുടെ നക്ഷത്രമായിട്ടുള്ള ആയില്യം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർക്കിടക കൂറുകാർ എത്ര പുണ്യവാന്മാരാന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഈ നക്ഷത്രം നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഒന്നും നോക്കാനില്ല, ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. ഇപ്പം ഭാഗ്യം വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണെന്നും ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കുന്നവർ കേൾക്കണം. പ്രധാനമായിട്ട് നിങ്ങളുടെ ഗുണമായിട്ട് നിൽക്കുന്ന ഗ്രഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചൊവ്വ നിങ്ങൾക്ക് ഗുണമായിട്ട് നിൽക്കുവാണ്. അതുകൂടാതെ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽപ്പുണ്ട്, ജന്മത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. ഇത് 3 ഒരു അനുകൂല ഘടകമായിട്ട് കാണിക്കാം. ധനസ്ഥാനത്ത് കേതു അത് ഗുണകരമല്ല. ധനസ്ഥാനം കുറച്ച് ദോഷപ്പെട്ട് കിടക്കുന്ന സമയമാണ്. കേതു ഈ പുണർത്തത്തിൽ കാല്, പൂയ, ആയില്യം വരുന്ന
ഈ ഈ രാശികളിലെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ളവർ ഇവരൊക്കെ ആയിരിക്കും. കാരണം പുണർദം, പൂയം, ആയില്യം ഇങ്ങനെ വരുന്നു. പിന്നെയുണ്ട് മകം, ഗണപതിയുടെ നക്ഷത്രമായിട്ടും മൂല നക്ഷത്രമായിട്ടും ഒക്കെ പറയുന്നുണ്ട്, അതവിടെ ആയിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് കുറച്ച് വിഷമതകളും കൂടി ഉണ്ട്, ഗുണവും ഉണ്ട്. അതിശക്തമായ ഗുണഫലം എന്ന് പറയുന്നത് നമുക്ക് വ്യാഴത്തെ കൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങൾ വരുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ധനപുരോഗതി, ഐശ്വര്യം, അതുപോലെ തന്നെ കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള വഴി, ഭാഗ്യം വർദ്ധിക്കുക, അതുപോലെ തന്നെ എവിടുന്നെങ്കിലും കിട്ടാതെ കിടക്കുന്ന ധനം ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുക, അതുപോലെ തന്നെ മംഗല്യങ്ങളൊക്കെ തരപ്പെട്ട് വരിക, ഭാര്യാസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നത്തിൽ വരുന്നത് ധനസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി മാറുന്നതിന് ഗണപതി പൂജനം ചെയ്യുക, ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക, മോദകം, ഉണ്ണിയപ്പം പോലുള്ള വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദോഷത്തെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുക. ലാഭത്തിൻ്റെ അധിപൻ നീചത്തിൽ നിൽക്കുക, ധനത്തിൻ്റെ അധിപനും നിങ്ങൾക്ക് നീചത്തിൽ നിൽക്കുകയാണ്. ലാഭം കുറഞ്ഞു നിൽക്കുന്ന സമയമാകുമ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയേണ്ട കാര്യം വരുത്തില്ല. പുണർദത്തിൽ കാല്, പൂയ, ആയില്യ നക്ഷത്രക്കാർക്ക് ആരാണ് ലാഭത്തിൻ്റെ അധിപൻ? ലാഭത്തിൻ്റെ അധിപൻ നിങ്ങൾക്ക് ശുക്രനാണ്. ഈ ശുക്രൻ ഇനി അടുത്ത വീഡിയോയിൽ മാറിപ്പറയത്തില്ല, ഒരിക്കലും മാറത്തില്ല. അപ്പം നിങ്ങൾ എഴുതി, നിങ്ങളുടെ ഒരു പോക്കറ്റിൽ എഴുതി വെക്കണം. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എഴുതി വെക്കണം, എൻ്റെ ലാഭത്തിൻ്റെ അധിപൻ ശുക്രനാണ്, എൻ്റെ ധനത്തിൻ്റെ അധിപൻ സൂര്യനുമാണ്. ഇതെങ്ങനെ മാറത്തില്ലല്ലോ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം വരത്തില്ല, നിങ്ങൾക്ക് എളുപ്പമായി. അറിയണം, ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്. അത് നിങ്ങൾ വീഡിയോ വിശദമായിട്ടിരുന്ന് കേട്ടാൽ അത് മനസ്സിലാക്കും. ഇത് വേറെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അശ്വതി, ഭരണി, കാർത്തികർക്ക് ദാമ്പത്യ ദുരിതം, മനക്ലേശം, മനസ്സിന് സ്വസ്ഥതക്കുറവ്, വാഴ്ചൽ, ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മടുപ്പിച്ച് കളയും. വേറൊരാൾ മോശം, ഞാൻ നല്ലതെന്നല്ല പറയുന്നത്. ഇങ്ങനെ പറയാനില്ല. നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഗുണമായി നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അവരെ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ബിസിനസ് കടയങ്ങ് കൂട്ടിയിടാൻ പറ്റുമോ? വ്യാഴം നീചത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരാണ് അനുകൂലത്തിൽ നിൽക്കുന്നത്, ആരാണ് പ്രതികൂലത്തിൽ നിൽക്കുന്നത് എന്നും കൂടെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ബോധ്യം വരാനാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ശുക്രൻ ലാഭത്തിൻ്റെ അധിപൻ നീചത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനും നീചത്തിൽ നിൽക്കുന്നു. ലാഭത്തിൻ്റെ അധിപൻ നീചത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാഭത്തിൻ്റെ അധിപൻ നീചത്തിൽ നിൽക്കുകയാണ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഒന്നിനും കയറി ഏറ്റെടുത്ത് പണി ഒപ്പിക്കരുത്. പുതിയൊരു ബിസിനസ് ഒക്കെ ഒന്ന് ആരംഭിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശുക്രൻ ഇങ്ങോട്ടൊന്ന് മാറിക്കോട്ടെ. ഒരു 15-20 ദിവസം കഴിയുമ്പോൾ ആശാൻ ഇപ്പുറത്തോട്ട് മാറും. സൂര്യൻ വൃശ്ചികമാസം 1-ാം തീയതി ഇങ്ങോട്ടേക്ക് മാറും. അവിടെ തന്നെ നിൽക്കത്തൊന്നുമില്ല, ഒരു മാസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തേക്ക് ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ഇച്ചിരി രോഗാരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇച്ചിരി വിഷമതകൾ വരാനും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി കാരണമായി നിൽപ്പുണ്ട്. അതുകൊണ്ട് വ്യാഴം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്യുക. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലോ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തിക്കോ അതുപോലെ തന്നെ വാമനമൂർത്തിക്കോ ശ്രീരാമ ഭഗവാനോ അയോധ്യയിലൊക്കെ ഒന്ന് പോയിച്ചു പോവാം, നല്ലതായിരിക്കും. ഒരു കുറച്ച് കാലമേ ഉള്ളൂ. ഡിസംബർ 4-ാം തീയതി ആൾശാൻ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് മുതൽ നിങ്ങൾക്ക് 2026 മെയ് മുതൽ നിങ്ങൾക്ക് വ്യാഴം പിന്നെ അങ്ങോട്ട് വെച്ചടി അങ്ങോട്ട് പോകാൻ പോവാം. 12 വർഷത്തേക്ക് ആശാൻ നിങ്ങളുടെ ധനസ്ഥാനം, കുടുംബസ്ഥാനം, ഗൃഹസ്ഥാനം, സന്താനസ്ഥാനം, ശത്രുസ്ഥാനം, ഭാര്യാസ്ഥാനം, ആയുസ്ഥാനം, ഭാഗ്യസ്ഥാനം, കർമ്മസ്ഥാനം, ലാഭസ്ഥാനം, ഇങ്ങനെ 12 വർഷം കൊണ്ട് ആശാൻ ഇങ്ങനെ ഒരു കറക്കം കറങ്ങും. 2026 മെയ് തൊട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്. അത് പിന്നീട് പറയാം, ഇപ്പോഴത്തെ വീഡിയോയിൽ അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ തരത്തിലുള്ള വിഷമതകൾ മാറാൻ ഗണപതി ഹോമം ചെയ്യുക, കുടുംബദേവതാ പ്രീതി വരുത്തുക, ലാഭാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക, ശിവഭഗവാന് ജലധാര മൃത്യുഞ്ജയ അർച്ചന, രോഗാരിഷ്ടതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും മനഃശാന്തി ഉണ്ടാകുന്നതിനും വേണ്ടി ജലധാര, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കണ്ടകശനി ഇല്ലാത്ത സമയമാണ്, അഷ്ടമശനി ഇല്ല, ഏഴരകണ്ഠകാല ശനി ഒന്നും ഇല്ലാത്തൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പം 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കിന് കണ്ടകശനി ആരംഭിക്കുക. അതുവരെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ശനിക്ക് മാസത്തിലൊരു നീലാഞ്ജനം വിളക്കുമൊക്കെ കത്തിച്ചാൽ നല്ലതായിരിക്കും. ഇത്രയും പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. മീനക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? പൂരട്ടാതി കാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് പൊതുവിലുള്ള ആദ്യത്തെ അവസ്ഥ പറയാം. ജന്മത്തിൽ ശനി നിൽപ്പുണ്ട്. ജന്മത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ലാഭത്തിൻ്റെ അധിപനും 12 നഷ്ടത്തിൻ്റെ അധിപനുമാണ്. 2 അവസ്ഥയുള്ളൊരു ഗ്രഹമാണ് നിങ്ങൾക്ക് ശനി എപ്പോഴും.
ലാഭത്തിൻ്റെ അധിപനും നഷ്ടത്തിൻ്റെ അധിപനും വന്ന് ജന്മത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ ഇതിനെ കണ്ടകശനി, ജന്മശനി, ഏഴര കണ്ടകാലം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് പൊതുവിൽ പല വിധത്തിലുള്ള ധനയോഗങ്ങളും ധനത്തിൻ്റെ അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു മനഃശാന്തിക്കുറവ്, കുറച്ച് ദുരിതങ്ങൾ, അതുപോലെ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പം നമ്മുടെ ഭാഗത്തു നിന്ന്, നീചപ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുശീലങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലേക്കോ ആപത്തുകളിലേക്കോ ഒക്കെ സഞ്ചരിക്കുന്നതിനൊക്കെ നമ്മുടെ മനസ്സ് പോകാനുള്ള അവസ്ഥകൾ കാണുന്നൊരു സമയമാണ്. കണ്ടക ശനിയാണ്. കൊണ്ടേ പോകൂ എന്നൊക്കെ പഴയ ആളുകൾ പറയും. അതായത് അത് കൊണ്ടിട്ടേ പോകത്തുള്ളെന്ന്. അതായത് നമ്മളെയും കൊണ്ട് പോകുമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളെ ദേഹത്തൊന്ന് കൊള്ളും, എവിടെങ്കിലും വന്നൊന്ന് കൊണ്ടിട്ടേ അത് പോകത്തുള്ളെന്ന് അതിൻ്റെ അർത്ഥം. അല്ല നമ്മളെയും കൊണ്ട് നമ്മളെ കൊല്ലുമെന്നല്ല അതിൻ്റെ അർത്ഥം. ശനി ഒന്ന് വന്ന് കൊണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ മനസ്സ്, സന്താന സ്ഥാനത്ത് വ്യാഴം നിൽക്കുക, മനസ്സിൻ്റെ സ്ഥാനം, മനസ്സിൽ ദൈവം വന്നിരിക്കുക. കുട്ടികളുടെ രൂപത്തിൽ അവരെ അനുകൂലം വരുമ്പോൾ നമ്മുടെ മകൻ ലണ്ടനിലോ യൂറോപ്പിലോ കാനഡയിലോ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണ്, അവനൊരു തൊഴിൽ ശരിയാകുന്നില്ല, അവനൊരു തൊഴിൽപരമായിട്ടോ ഏതെങ്കിലും രാജ്യമായിക്കോട്ടെ, ഞാൻ ഇത്രയും രാജ്യങ്ങളെ പറഞ്ഞെങ്കിലും ഏതെങ്കിലും രാജ്യമായിക്കോട്ടെ, അവിടെ പഠിക്കാൻ പോയിരിക്കുകയാണ്, ഒരു തൊഴിലും ചെയ്യുകയാണ്, ഒരു കാര്യവും നടക്കുന്നില്ല. ആ സമയത്ത് അവർ എനിക്ക് ജോലി കിട്ടി, നല്ലൊരു ശമ്പളത്തിലൊരു ജോലി കിട്ടി, 3 ലക്ഷം രൂപ സാലറിയുടെ ശമ്പളത്തിനൊരു ജോലി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഉടനെയൊന്നും അവിടുന്ന് പോകേണ്ടി വരത്തില്ല എന്നൊരു ആശ്വാസ വചനം കേൾക്കാൻ പറ്റുന്നൊരു മാസമായിട്ട് പറയാമെന്നുണ്ട്. കാരണം വ്യാഴം മനസ്സിൻ്റെ സ്ഥാനം, സന്താനത്തിൻ്റെ സ്ഥാനം, ആ രൂപത്തിലേ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരത്തുള്ളൂ. കുട്ടികൾക്കൊരു മേൽഗതി, അവർക്കൊരു നല്ല വിദ്യാപുരോഗതി, അവർക്കൊരു തൊഴിൽ കിട്ടി, അവർക്ക് PSC എക്സാം പാസ്സായി, അവർക്ക് എവിടെയെങ്കിലും കമ്പനികളിൽ ജോലി കിട്ടിയെന്നും കേട്ടുകൊണ്ടുള്ള ഒരു സന്തോഷം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം, മനസ്സിൻ്റെ സ്ഥാനം. ഭഗവാനെ വിളിച്ചാൽ, മനസ്സുകൊണ്ട് വിളിച്ചാൽ കേൾക്കുന്ന സമയം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ പറയുമ്പോൾ ഒരു മൂർത്തിയെ നമുക്ക് പറയാനൊക്കത്തില്ല. പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അങ്ങനെ മൂർത്തികളുണ്ട്, പരശുരാമസ്വാമി. അപ്പോൾ ഏത് ഭഗവാനെ നമ്മൾ വിളിച്ചാലും അല്ലെങ്കിൽ ഏത് മൂർത്തിയെ വിളിച്ചാലും, ശ്രീകൃഷ്ണ എന്ന് വിളിച്ചാൽ പോലും കേൾക്കുന്ന സമയമാണ്, മനസ്സുകൊണ്ട് വിളിച്ചാൽ കേൾക്കുന്ന സമയമാണ്. പിന്നെ പ്രശ്നം എന്തൊക്കെയാണ് ഉള്ളത്? 6-ാം ഭാവം, ശത്രു രോഗസ്ഥാനം, അവിടെ കേതു നിൽക്കുകയാണ്. കേതുവില്ലാത്ത രോഗദുരിതങ്ങൾ വരാനും, രോഗങ്ങളെന്ന് പറയുന്നത് ഒരു അസുഖം മാത്രമല്ല, രോഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു രോഗമായിട്ട് കണക്കൂട്ടുന്നതാണ്. മനസ്സിന് സ്വസ്ഥതയില്ല, ഡിപ്രഷൻ ബാധിക്കുക, ഇതൊക്കെ രോഗമായിട്ട്. ഇതിന് കാരണം കേതുവാണ്. കേതുവിൻ്റെ ദോഷങ്ങൾ മാറാൻ എപ്പോഴും നിങ്ങൾ എഴുതി വെക്കുക. നാഗദൈവം, നാഗത്തിൻ്റെ വാലാണ് കേതു. നാഗപ്രീതി വരുത്തുക, ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കളഞ്ഞു. 7-ാം ഭാവത്തിൽ താൽക്കാലികമായി നമുക്ക് ശുക്രൻ വന്നിട്ട് ദോഷത്തിൽ നിൽക്കുകയാണ്. ശുക്രൻ നിങ്ങളുടെ ആരാണ് ജാതകപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ 3-ന്റെ അധിപനും 8-ന്റെ അധിപനുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ശുക്രൻ, അത് നിങ്ങൾക്ക് 7, 8. അപ്പം 3, 8 ഭാവാധിപത്യം വെച്ച ശുക്രനും ദോഷത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ 6-ാം ഭാവാധിപനായ സൂര്യനും ദോഷത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷത്തിൽ നിൽക്കുന്നെങ്കിലും നിങ്ങൾക്കത് വലിയ വിഷയമല്ലാത്തൊരവസ്ഥയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ, ധനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അത് വളരെയധികം ഉത്തമമാണ്. ധനപുരോഗതി ഏത് വഴിക്കൂടെയും, ധനപുരോഗതി, ഭൂമി ലാഭം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? ബിൽഡിംഗ് തൊഴിലാളികൾ, ബിൽഡിംഗ് കോൺട്രാക്ടർമാർ, ബിൽഡിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാർ, അഗ്നി, ഫയർ എഞ്ചിന്, അല്ലെങ്കിൽ പ്ലംബിങ്, വയറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു അനുകൂല സമയമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പൊതുവിൽ നഷ്ടസ്ഥാനത്ത് രാഹു നിൽപ്പുണ്ട്, നാഗദൈവപ്രീതി വരുത്തുക. കേതുവിൻ്റെ കാര്യം പറഞ്ഞു. ശുക്രനും സൂര്യനും കുഴപ്പമില്ലാത്തൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. വിഷ്ണു മനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ഫലസിദ്ധി എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം, ഉത്രട്ടാതി പല വിധത്തിലുള്ള കലഹ അവസ്ഥകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ ദുഃഖങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ദുഃഖഫലങ്ങളൊക്കെ ഉണ്ടാകും. വലിയ ദോഷഫലങ്ങളില്ല എങ്കിലും അത് കാണിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇടവക്കൂറിലേക്ക് പോകാം. ഇവിടെ ആരാ വരുന്നത്? കാർത്തിക മുക്കാല്, രോഹിണി മകേരത്തിൻ്റെ അര വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നിലവിലിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭസ്ഥാനമായിട്ടുള്ളിടത്ത് ശനി നിൽക്കുകയാണ്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ യോഗകാരകനാണ്. യോഗകാരകൻ, നമുക്കൊരുപാട് യോഗങ്ങളുണ്ട്. രാജയോഗം, അതുപോലെ തന്നെ സുരഭായോഗം, അനഭായോഗം എന്നൊക്കെ പറയുന്ന ഒരുപാട് യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങൾ, രാജയോഗങ്ങൾ, നീചഭംഗ രാജയോഗങ്ങളൊക്കെ പറയുന്ന യോഗങ്ങളെയെല്ലാം അനുഭവിപ്പിക്കുന്ന ആൾ, ഇയാൾ വഴിയെ നിങ്ങൾക്ക് അനുഭവിക്കാനൊക്കത്തുള്ളൂ. ആരാ? ശനി വഴി. ഈ ശനി നമുക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരും മറ്റൊരാൾക്ക് പറഞ്ഞു തരാത്തൊരു കാര്യമാണ്.
ചിത്തിര അരയും ചോതി വിശാഖത്തിൽ മുക്കാലും കാർത്തിക മുക്കാലും രോഹിണി മകയിരത്തരക്കാർക്കും അതുപോലെ തന്നെ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തരക്കാർക്കും അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്കും ശനിയുടെ ദോഷം ബാധിക്കത്തില്ല. ഇത്രയും നക്ഷത്രക്കാർക്ക് ശനിദോഷം ബാധിക്കത്തില്ല. അതിൻ്റെ കാരണം ഇവരുടെ രണ്ടുപേരുടെയും ചന്ദ്രൻ ലഗ്നാധിപനും ഇവരുടെ രണ്ടുപേരുടെയും യോഗകാരകനും കൂടിയാണ് ചന്ദ്രൻ. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ഇടവക്കൂറുകാർ മനസ്സിലാക്കണം, എനിക്ക് ലാഭസ്ഥാനത്ത് എൻ്റെ യോഗകാരകരുണ്ട്. അതിനാൽ ഞാൻ എൻ്റെ ജാതകപ്രകാരം ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അധിപനാണ്. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം, ഭാഗ്യവും കർമ്മവും. ഇത് രണ്ടിൻ്റെയും അധിപനായിട്ടുള്ള ശനി നമുക്ക് ലാഭസ്ഥാനത്തിരിക്കുക. ശനിപ്രീതി വരുത്തുക. എപ്പോഴും ശനിയെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുക. ശനി നിങ്ങൾക്ക് ഇനി 12ലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. 2 വർഷമോടെ കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചെറിയ പണി തുടങ്ങാൻ പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ എവിടെ വന്നാലും യോഗകാരം വന്നാലും പ്രശ്നമില്ലെങ്കിൽ നഷ്ടസ്ഥാനത്തും നാശസ്ഥാനത്തും വരാൻ പോകുമ്പോൾ ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 7.5 കണ്ടകാല ശനി നിങ്ങൾക്ക് ഇപ്പോഴേ ഞാനത് പറയുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. പിന്നെ 4-ൽ കേതു, അത് നല്ലതല്ല. ശുക്രൻ നീചത്തിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപൻ, അതും നല്ലതല്ല. നിങ്ങളുടെ 4-ാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനും നല്ലതല്ല. അതുകൊണ്ട് ഈ ഒരു മാസം വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു മാസമാണ് ഇടവക്കൂറുകാർക്കെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇടവക്കൂറുകാരുടെ ധനസ്ഥാനത്തു നിന്ന് വ്യാഴം മാറിയിട്ടുണ്ട്. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടവക്കൂറുകാർക്ക് സൂര്യൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ശത്രുദോഷങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, മനക്ലേശങ്ങൾ, സ്വസ്ഥതകൾ, ധനനഷ്ടം, പാഴ്ചെലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചൊരു അനുകൂലം പറയുന്നത് ശനിയെ കൊണ്ടാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഉൾപ്പെടെ നമുക്ക് ഇച്ചിരി പ്രതികൂല സ്ഥാനത്താണ് ഇപ്പം നിലവിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് പലവിധത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകാനും രോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയും വഴിച്ചെലവുകൾ, അതായത് ചെലവുകൾ വർദ്ധിക്കാനൊക്കെ ഉള്ള സമയം പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ 12-ാം ഭാവാധിപനും കൂടിയായിട്ടുള്ള ചൊവ്വയുടെ നോട്ടവും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഒന്ന് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗണപതി ഭജനം ചെയ്യുക, അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, നീരാഞ്ജനം വിളക്ക് കത്തിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഈ മാസത്തിലെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ നല്ലതായിരിക്കും. അടുത്തതായിട്ട് മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൻ വരുന്ന മിഥുനക്കൂറുകാർക്ക് നമുക്ക് നേരത്തെ അവരുടെ ദോഷം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, അതുപോലെ തന്നെ 12-ാം ഭാവാധിപതിയും 5-ാം ഭാവാധിപതിയുമായ ശുക്രൻ വന്നിട്ട് 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, അത് നല്ലതല്ല. അതുപോലെ തന്നെ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു, അത് നമുക്ക് നല്ലതല്ല. അപ്പം പൊതുവിൽ കണ്ടകശിനി അനുഭവിക്കുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. ഇത് വെച്ചുകൊണ്ട് മിഥുനക്കൂറുകാർക്ക് നിലവിൽ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് മിഥുനക്കൂറുകാർക്ക് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന മനസ്സ്, നമുക്ക് സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മനസ്സിന് ശാന്തിക്കുറവ്, സന്താനങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. അതാ പറഞ്ഞ ഇച്ചിരി ദുരിതഭാവമാണ് പൊതുവിൽ കാണിക്കുന്നത്. അത് ഒരാൾക്ക് മാത്രമല്ല, പൊതുവിൽ ദുരിതഭാവം കാണിക്കുന്നുണ്ട്. ഈ ദുരിതഭാവം മാറാൻ വൃശ്ചിക മാസമാണ്. നേരത്തെ ഇവിടെ കണക്കൂട്ടി പറഞ്ഞു 365 - 324 = 41. അപ്പോൾ വൃശ്ചികം 1 മുതൽ നിങ്ങൾ 41 ദിവസം മണ്ഡലകാല വ്രതം നോറ്റ് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ ഒന്ന് ആസ്പദമാക്കിയല്ല ഈ മണ്ഡലകാലം വന്നിരിക്കുന്നത്. മണ്ഡലകാലം എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലം നമ്മൾ വർഷത്തിൽ ഒരു മണ്ഡലകാലം നമ്മൾ വ്രതാചരണം എടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. 41 ദിവസം വെച്ചിരിക്കുന്നതിനാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് 41 ദിവസം മുടങ്ങാതെ ശിവന് ജലധാര നെയ്വിളക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് സ്ഥിരമായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഫലസിദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയുകയല്ല. 41 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പൊതുവിലുള്ള അവസ്ഥ, ധനസ്ഥാനം നല്ലതായിട്ടിരിക്കുക, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അത് വളരെയധികം നല്ലതായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് പൊതുവെ കാണിക്കുന്നത്. കണ്ടകശനി നിൽപ്പുണ്ട്, ഭാഗ്യസ്ഥാനത്ത് രാഹു. അങ്ങനെ പൊതുവിൽ നമുക്ക് ഇച്ചിരി ദോഷാനുഭവങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഒരു ദുരിതങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടും ആർക്ക് പറയുന്നുണ്ട്? മകയിരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും. നിങ്ങൾ വിഷമിക്കാനല്ല പറയുന്നത്, ഐശ്വര്യപ്രദമായിട്ട് വ്യാഴം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപൻ വന്നില്ല, കർമ്മസ്ഥാനത്ത് ശനി കണ്ടകശനി ഉണ്ടെങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനും കൂടിയാണ് ആര്? അത് വന്നിട്ട് കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് പൊതുവിലൊരു ആനുകൂല്യം നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇത്രയും പേരുടെ പറഞ്ഞു കഴിഞ്ഞു. കർക്കിടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക്
ചിങ്ങക്കൂറിൽ വരുന്ന ആരാ? മകം പൂരം ഉത്തരത്തിൽ കാലുകാർ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. 12-ൽ വ്യാഴം പോയി നിൽക്കുന്ന സമയമാണ്, അതും ദോഷമാണ്. ധനസ്ഥാനത്ത് ശുക്രൻ ഇപ്പോൾ പൊതുവിലൊരു അടി നിൽക്കുന്ന ഒരു സമയം, അടി കിട്ടി നിൽക്കുന്ന സമയമായിട്ടാണ് പറയുന്നത് ഒരു മാസത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഫലസിദ്ധി പറയേണ്ടതെന്ന് ചോദിച്ചത്. കാരണം ഇത്രയും പറഞ്ഞിട്ടുള്ളതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വീഡിയോസ് എല്ലാം. ഇത് പറയാനൊരു വിഷമമുണ്ട്, ഒരുപാട് പേരെ നിർബന്ധം കാരണം ഒരുപാട് പേര് പല ചാനലിലും കയറി പലതും കണ്ട് ആകെപ്പാടെ മാനസികമായി വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രം എല്ലാ വീഡിയോയിലും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നിൽ പറയും. എന്തിനാന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ സ്വന്തം കഴിഞ്ഞിട്ട് പറയുന്നില്ല. പോസിറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ ആരാണെന്ന് ഞാൻ ആദ്യം നോക്കും. എല്ലാവർക്കും ഇപ്പോഴുള്ള അവസ്ഥ വെച്ചുകൊണ്ട് ആർക്കും ഒരു പോസിറ്റീവായിട്ട് ഒരു അവസ്ഥ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, കള്ളം പറയാനും പറ്റത്തില്ലല്ലോ. ഇവിടെ എഴുതി വെച്ചിരിക്കുമല്ലയോ. ഇതാണ്ട് ജന്മത്തിൽ കേതു, ധനസ്ഥാനത്ത് നീചനായിട്ടുള്ള ശുക്രൻ, കുടുംബസ്ഥാനത്ത് സൂര്യൻ, അത് നീചത്തിൽ നിൽക്കുകയാണ്. വ്യാഴം പോയി 12-ൽ പോയി മറിഞ്ഞു നിൽക്കുകയാണ്. ആർക്ക്? മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക്. 7-ാം ഭാവത്തിലായിട്ട് അവര് ഭാര്യാസ്ഥാനത്തോ ഐശ്വര്യസ്ഥാനത്ത് പോയി രാഹു നിൽക്കുക. അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുക, അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒതുങ്ങി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുക. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും പോയി ഇടപെടാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുക, വീട് വെക്കാൻ പോവുക, കല്ലിടാൻ പോവുക, വാഹനം എടുക്കാൻ പോവുക, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഒരു കാര്യങ്ങൾ ഒരു മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുകൂല വൃശ്ചിക മാസം പോലുള്ള നല്ല ഫലങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ അവസ്ഥയെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗണപതി ഭജനം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, അഷ്ടമശനി ഉള്ളതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത്രയാണ് എനിക്ക് കേതു ഇവരോട് പറയാനുള്ളത്. മകം പൂർവ്വോത്തരത്തെക്കാലുകാരോട് നല്ലതായിട്ട് പറയാൻ പറ്റുന്ന അവസ്ഥ വളരെ കുറവാണ്. എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴം നിങ്ങളുടെ അഷ്ടമത്തിലോട്ടും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ശനിക്കൊക്കെ ഇച്ചിരി കാഠിന്യം കുറയുന്നെങ്കിലും 12-ലേക്ക് വ്യാഴം മാറിയിരിക്കുന്നത് നമുക്ക് നല്ലതല്ല. അടുത്തായിട്ട് കന്നിക്കൂറുകാർ ആരൊക്കെയാണ് വരുന്നത്? ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് നീചനായിട്ടുള്ള ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു, നല്ലതല്ല. 12-ൽ കേതു നിൽക്കുന്നു, നല്ലതല്ല. ധനസ്ഥാനത്ത് സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു, നല്ലതല്ല. കണ്ടകശിനിയുണ്ട്. ഒരു ഗുണമായിട്ടുള്ള ആള് ലാഭത്തിൽ വ്യാഴം സഞ്ചരിക്കുക. ലാഭം, നമുക്ക് ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട്, നിങ്ങൾക്ക് ശനി ഉള്ളത് കൊണ്ട് നീലാഞ്ജനം വിളക്ക്, ഹനുമാൻ സ്വാമി പൂജ പ്രധാനമായിട്ട് ചെയ്യുക. ഹനുമാൻ സ്വാമി പൂജ. അതുപോലെ തന്നെ 12-ാം ഭാവാധിപതി എന്ന് ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ധനത്തിന് നാശം വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് സൂര്യൻ ശിവഭഗവാന് പ്രാർത്ഥന ചെയ്യുക, കിരാതമൂർത്തിക്കുള്ള വഴിപാടുകൾ ചെയ്യുക, നാളികേരം ഉടക്കുക, ഗണപതി ഹോമം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വിഷ്ണു ഭഗവാനെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ കന്നിക്കൂറുകാർക്ക് ചില ദോഷങ്ങൾ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. എഴുതി വെച്ചേക്കുന്നത് നോക്കേണ്ട കാര്യമില്ല, എങ്കിലും ഒന്ന് നോക്കിയേക്കാം. കന്നിക്കൂറുകാർക്ക് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ജാഗ്രത വരെ വരണമെന്നാണ് പറയുന്നത്. മനസ്സിന് ചിലപ്പോൾ ഭ്രാന്ത് വരെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത്. അത് ഒന്ന് പരിഹരിക്കാൻ ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ ഭജനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് വിശാഖത്തിൽ കാലും അനിഴവും തിരക്കേട്ട വരുന്ന ഈ ഉറച്ചിയ കൂറുകാർക്ക് പ്രധാനമായിട്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുക, അത് വളരെയധികം നല്ലതും. അതുപോലെ തന്നെ ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നതും, ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമാണ്. പ്രതികൂല സ്ഥാനത്താണ് ശുക്രനും സൂര്യനും ഇപ്പോൾ സഞ്ചരിച്ചത്. 7-ാം ഭാവാധിപതി നീചത്തിൽ, കർമാധിപതി നീചത്തിൽ, കർമ്മസ്ഥാനത്ത് പരാജയങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഐശ്വര്യസ്ഥാനത്ത് ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത. ചൊവ്വയും ബുധനും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒരു ഗുണമല്ല. ബുധൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു അഷ്ടമാധിപൻ ജന്മത്തിൽ വരുമ്പോൾ നഷ്ടങ്ങളും രോഗങ്ങളും കൂടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ചൊവ്വ വരുന്നത് നല്ലതാണെങ്കിലും അഷ്ടമാധിപൻ്റെ ഒരു സാന്നിധ്യം കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ കർമാധിപനായിട്ടുള്ള ശുക്രൻ നീചത്തിൽ, അതുപോലെ തന്നെ ഭാര്യ ഐശ്വര്യസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രന് നീചത്തിൽ, ഈ രണ്ട് ഗ്രഹങ്ങൾ ഇപ്പോൾ നീചത്തിൽ പോയതാണ് പൊതുവിൽ ഉള്ള ദുരിതം എല്ലാവർക്കും ബാധിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം. ധനം വേണമല്ലോ നമുക്ക്, അതുപോലെ തന്നെ മനസ്സും ബലവും ഒക്കെ വേണമല്ലോ. ഇത് രണ്ടും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. സൂര്യൻ നീചത്തിൽ വരുന്ന സമയം രോഗകാലം, രോഗാരിഷ്ടതകൾ നേരിടേണ്ട കാലം എന്ന് പറയും. അപ്പോൾ പ്രധാനമായിട്ട് കർമ്മത്തിൽ നിങ്ങൾക്ക് കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ അനുകൂലത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ തന്നെ ഗണപതിക്കും മഹാലക്ഷ്മി ദേവിക്കും ശിവഭഗവാനും ചേർന്നുള്ള ഭജനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അനുകൂല അവസ്ഥ പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ പറയുന്നത് വ്യാഴത്തെ കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു അനുകൂല അവസ്ഥ പറയുന്നത്.
പിന്നെ നിങ്ങൾക്ക് 4-ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതിയാണ്. അത് നിങ്ങൾക്ക് അനുകൂല സ്ഥിതി അല്ല. അത് രണ്ടും നമുക്ക് ദോഷമാണ്. അടുത്തായിട്ട് ധനുക്കൂറിൻ്റെ ഫലസിദ്ധി പറയുന്നു. ഇവിടെ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലുകാർക്ക് നിങ്ങൾക്ക് അഷ്ടമത്തിൽ വ്യാഴം. കണ്ടോ, ഒരാളിനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്നില്ല. ഭാഗ്യാധിപൻ നീചത്തിൽ, 6-ാം ഭാവാധിപതിയും 11-ാം ലാഭാധിപതിയായ ശുക്രൻ നീചത്തിൽ, 12-ൽ നഷ്ടസ്ഥാനം നാശസ്ഥാനത്ത് ചൊവ്വ ബുധൻ, ശനി കണ്ടകശനി. ഇപ്പം പൊതുവിൽ അതായത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ തുടങ്ങിയത്. ഇത്ര പേര് കാണുമെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണിക്കുന്നത്. കാരണം ഇയാൾ ഇത്രയും കാലം നല്ലത് പറഞ്ഞു വെച്ച് ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് മോശം പറയുന്ന അവസ്ഥ. എന്ത് ചെയ്യാനാ? വ്യാഴം അഷ്ടമത്തിലേക്ക് പോയിരിക്കുകയാണ്. പൊതുവിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരവസ്ഥ വെച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഗണപതി ഹോമം ചെയ്യുക, അച്ഛൻ്റെ കുടുംബക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക, നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ധനുക്കൂറുകാർക്ക് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ട് ധനുക്കൂറുകാർക്ക് പ്രത്യേകിച്ചൊരു നല്ല ഫലം പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ 11-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാലും ലാഭസാധ്യതകൾ, തൊഴിൽ പുരോഗതി ഒക്കെ പറയുന്നുണ്ട്. ലാഭസ്ഥാനത്ത് സൂര്യൻ വരുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിട്ട് പറയുന്നെങ്കിലും നീചനായിട്ടുള്ള സൂര്യനാണ് ഇപ്പം നിങ്ങൾക്ക് അവിടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തായിട്ട് കുംഭക്കൂറുകാർ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് നിങ്ങളും ക്ഷമിക്കണം. കാരണം ഇതിൽ ജന്മത്തിൽ രാഹു, ധനസ്ഥാനത്ത് ശനി, അത് കുഴപ്പമില്ല. കാരണം ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വരുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറുന്നൊരു കാലഘട്ടമായിട്ട് പറയാം. ജന്മത്തിലെ രാഹു, നമുക്ക് ജന്മരാഹു എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങൾ, തലവേദന, ശിരോരോഗങ്ങൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ, മനക്ലേശം, സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത്. അത് നമ്മുടെ ശിരോരോഗങ്ങളിൽ കൂടുതലായിട്ട് വരും. ശിരോരോഗങ്ങളിൽ വരുന്നതാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. 6-ാം ഭാവം ശത്രുസ്ഥാനം, രോഗസ്ഥാനത്തേക്ക് പോവുക വ്യാഴം. അത് നമുക്കൊരിക്കലും നല്ലതല്ല. വ്യാഴം ഡിസംബർ 4 വരെ ദോഷമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. 7-ാം ഭാവം ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതി വളരെയധികം ദോഷമാണ്. 1 വർഷം കൂടെ അതുണ്ട്. പിന്നെ നിങ്ങളുടെ യോഗകാരകനായ ശുക്രന് നീചത്തിൽ നിൽക്കുകയാണെന്നും നിങ്ങളുടെ 7-ാം ഭാവാധിപനായ സൂര്യനും നീചത്തിൽ നിൽക്കുകയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷ്ണു ഭഗവാന് പൂജകൾ ചെയ്യുക പ്രധാനമായിട്ട്. രണ്ടാമത് ശനീശ്വര പ്രീതി വരുത്തുക, അത് വളരെ നാഗദൈവ പ്രീതിയും ഗണപതി ഹോമവും ചെയ്യുക. എല്ലാ പൂജയും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ തന്നെ കാണും. ഒരു കാണിക്ക ഒഴിഞ്ഞിട്ട് ഒരു വഴിപാട് പായസവും നടത്തി, ഒരു പുഷ്പാഞ്ജലിയൊക്കെ നടത്തിക്കൊണ്ട് ഒരു അർച്ചനയും നടത്തി 100 രൂപ, 1,00,000 രൂപ ഒന്നും മുടക്കാൻ പറയുന്നില്ല. ഒരു ഗണപതി ഹോമം ചെയ്താൽ എന്തോ പറ്റാൻ പോകുന്നത്? ഒരു മാസത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി. വിഷ്ണു ഭഗവാൻ ഒരു തുളസിമാലയും ചാർത്തി ഒരു നെയ്വിളക്കം ചെയ്യുക, ഒരു പാൽപ്പായസം നടത്തുക, നാഗദൈവങ്ങൾക്കൊരു വഴിപാട് ചെയ്യുക, ഹനുമാൻ സ്വാമിക്കോ നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, അങ്ങനെയുള്ള ചെറിയ വഴിപാട് നടത്തുക. ശുക്രനും സൂര്യനും ഇവർക്കെല്ലാം പ്രധാനമായിട്ട് നമ്മളല്ലെങ്കിൽ ഒരു മാസക്കാലത്തേക്ക് ശിവഭഗവാന് പ്രധാനമായിട്ടൊരു പൂജ. എല്ലാ ദേവതകളുടെയും എല്ലാ ഗ്രഹങ്ങളുടെയും ഗ്രഹപ്പിഴകൾ വിട്ടൊഴിഞ്ഞ് മാറാൻ ഏറ്റവും പ്രധാനമായിട്ട് പൂജിക്കേണ്ട മൂർത്തി എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് വെച്ചാൽ ശിവഭഗവാന്റെ പ്രതിബിംബമാണെന്നാണ് പറയുന്നത്. അപ്പം സൂര്യഭഗവാന്റെ പ്രതിബിംബമായിട്ടുള്ള ശിവഭഗവാനെ ഭജനം ചെയ്യുക, വിഷ്ണു ഭഗവാനെ ഭജനം ചെയ്യുക. ത്രിമൂർത്തികളിൽ പ്രധാനികളായിട്ട് വരുന്ന ബ്രഹ്മാവിന് പൂജയില്ലാത്തതിനാൽ സൂര്യനായിട്ടുള്ള ശിവനും വ്യാഴമായിട്ടുള്ള വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥന ചെയ്ത് വഴിപാടുകൾ ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങൾ അങ്ങ് മാറിക്കിട്ടും. അനുകൂലിച്ച് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുകൂലം വരുമല്ലോ. അപ്പം അനുകൂലം വരും, പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഗ്രഹപ്പിഴകൾ വിട്ടൊഴിഞ്ഞ് മാറാൻ നിങ്ങൾ ശിവഭജനം സ്ഥിരമായി ചെയ്യുക. അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഡെയിലി ഉള്ള ഒരു പൂജയാണ് ശിവപൂജ. അത് ലൈവും ഉണ്ട്. ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം. 365 ദിവസവും മുടങ്ങാതെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൂജയാണ് ശിവപൂജ. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ജ്യോതിഷം പറയുന്നത് നമുക്കറിയാവുന്നത് കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു പവർ ഞങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. സർവദേവത, സർവദോഷങ്ങൾ, നവഗ്രഹാദി ദോഷങ്ങൾ, നവഗ്രഹത്തിൻ്റെ മൂർത്തി ആരാ? ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തിയായ ശിവൻ, ധന്വന്തരി മൂർത്തിയായിട്ടുള്ള വിഷ്ണു, അതുപോലെ തന്നെ സദ്യോജാതനായിട്ടുള്ള മഹാദേവൻ, തത്പുരുഷനായിട്ടുള്ള മഹാദേവൻ, അതുപോലെ തന്നെ അഘോരമൂർത്തിയായിട്ടുള്ള മഹാദേവനെ ഭജനം ചെയ്യുമ്പോൾ ഓം നമഃശിവായ പണി കഴിഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. മനസ്സിൽ തട്ടി ഓം നമഃശിവായ ജപിക്കണം. മനസ്സിൽ തട്ടി വിളിക്കുമ്പോൾ, മനസ്സിൽ തട്ടി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒരിടത്ത് കൈയും കാലും അനക്കാതെ ചമ്രം പൂട്ടിയിരുന്ന് ധ്യാനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ജപിച്ച് നോക്കിക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു ശാന്തത. ഒരു കലക്ക വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് നിങ്ങൾ അനക്കാതെ വെച്ച് നോക്കിക്കൂ. അനക്കിക്കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? ഇത് എപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കും.
നിങ്ങളൊരു 5 മിനിറ്റ് കുപ്പി ഗ്ലാസ് കൊണ്ട് വെച്ച് നോക്കിക്കേ, അടിയിൽ മട്ടി അടിഞ്ഞിട്ട് മേളിലത്തെ വെള്ളം നല്ല കണ്ണീര് പോലെ തെളിയും. ഇതുപോലെ നിങ്ങൾ ഒരിടത്തിരുന്ന് കലങ്ങിയ മനസ്സുമായിരിക്കുമ്പോൾ കലക്കിക്കൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാതെ അതിനെല്ലാം വിട്ടിട്ട് ചെവിയിൽ ഒരു ഇയർപോഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ എന്നുള്ള ആ ധ്യാനത്തിലേക്ക് മാത്രം മുഴുകിക്കൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറും എങ്കിലും ആ ധ്യാനത്തിൽ വന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്രത്തിൽ ദൈവം ഇരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ സങ്കല്പം. എൻ്റെ സങ്കല്പം വെച്ചാൽ സർവം ദൈവവ്യാപിയാണ്. ഭഗവാൻ സർവ്വ ഇടത്തും വ്യാപിയായിട്ടുള്ള ഒരാളാണ്. ജലം എവിടെ ഉണ്ടോ അവിടെ ദൈവമുണ്ട്, വായു എവിടെ ഉണ്ടോ അവിടെ ദൈവമുണ്ട്, നിങ്ങൾ ആകാശം കാണുന്ന എവിടെ ഉണ്ടോ അവിടെ എല്ലാം ദൈവമുണ്ട്, ഭൂമി എവിടെ ഉണ്ടോ അവിടെ ദൈവമുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നത്, ആകാശം നമ്മുടെ തലയ്ക്ക് മേടിലുണ്ട്, ജലം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ വായിലുണ്ട്, ശ്വാസം വായിൽ മൂക്കിലുണ്ട്, അഗ്നി വിശപ്പായിട്ട് ഉദരത്തിലുണ്ട്, മൂലാധാരത്തിലുണ്ട് അഗ്നി വിശപ്പായിട്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന വൃക്കയും കരളും ഇതൊന്നും പ്രവർത്തിക്കത്തില്ലല്ലോ. അപ്പം പഞ്ചഭൂതാത്മകമായി ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാവട്ടെ. ഈ മാസത്തിലെ ജ്യോതിഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും അല്പം ക്ഷമയോടുകൂടി കേൾക്കുക. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ടെല്ലാം പറയാം. നന്ദി, നമസ്കാരം.